Hello, good morning all. ഇത് GSTയുടെ ഞാൻ നോട്ട്സ് ഓൾറെഡി ഷെയർ ചെയ്തതിൻ്റെ ഒരു റെക്കോർഡഡ് വീഡിയോ ക്ലിപ്പാണ്. In this session, I would like to give an introduction to GST and what are the reasons why the GST was introduced in the country. Now, in case of the GST, most of the areas which you need to learn is related to the theory part. Problem വരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൽ തിയറി പോർഷനിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ, വാട്ട് ഇസ് ദ രജിസ്ട്രേഷൻ പ്രൊസീജിയർ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, ടാക്സസ് ഏതൊക്കെയാണ് ലെവി ചെയ്യുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ആസ് യു ഓൾ നോ, ദ GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 30th June 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫ്രം July 1st 2017 തൊട്ട് it has got implemented. And GST വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, as you all know, there were multiple taxes which was prevailing in the country, and all the tax rates were there were different tax rates which created കോംപ്ലക്സിറ്റി. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി ഒഴിവാക്കാനും ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ്സ് എന്നുള്ള സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു യൂണിഫോം ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരേ പ്രൊഡക്റ്റിൽ വീണ്ടും ടാക്സ് ചാർജ് ചെയ്തിട്ട് ഒരു ടാക്സ് കാസ്കേഡിങ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. അതും കവറപ്പ് ചെയ്യുക എന്നുള്ളതും GSTയുടെ ഉദ്ദേശമാണ്. ആൻഡ് നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന വാറ്റ് തന്നെയാണ് ആക്ച്വലി GSTയുടെ ഒരു ബേസ് ആയിട്ട് വരുന്നത്. ഏർലിയർ വാറ്റ് സിസ്റ്റം ഫോം ദ ബേസിസ് ഓഫ് ഫ്രെയിമിംഗ് ദി GST. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് അമെൻമെന്റ് ബില്ല് പാസ്സാക്കണം. അപ്പോൾ ലോക്സഭയിൽ ദിസ് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 2015. ലേറ്റർ ഇൻ രാജ്യസഭ ഓൺ 2016 പാസ്സാവുന്നത്. ആൻഡ് പ്രസിഡന്റിന്റെ പെർമിഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടുന്നത് 2016. Later, it was introduced in 2017. And the main reason behind this introduction of GST is this tax cascading effect. ഇതാണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് GST വന്നതിൻ്റെ. ദാറ്റ് ഇസ് ടാക്സ് ഓൺ ടാക്സ്. വി ഫോളോഡ് എ മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം വേർ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയലിന്റെ പർച്ചേസ് തൊട്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ വൺസ് ഈ റോ മെറ്റീരിയലിന് ടാക്സ് കൊടുത്തു കഴിഞ്ഞ് ആ റോ മെറ്റീരിയൽ വേറൊരു ഫിനിഷ് ഗുഡ്സിൽ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ഗുഡ്സിന്റെ സെയിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ സെയിം ഒരിക്കൽ കൊടുത്ത ടാക്സുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ ടാക്സ് പേ ചെയ്യണം. ബിക്കോസ് ഈ ടാക്സ് റേറ്റ് കൂടി കൂട്ടിയിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പൊ ഡബിൾ ടാക്സേഷൻ ഇഫക്റ്റ് ആണ് സത്യത്തിൽ വരുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ GST will be helpful. അപ്പൊ different taxes collected at different stages by different authorities, and this creates a tax on tax effect, which is known as the cascading effect. Now, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if you purchase iron, ഒരു സ്റ്റീൽ മാനുഫാക്ചറർ അയൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ആദ്യത്തെ പർച്ചേസ് ഓഫ് ദ റോ മെറ്റീരിയൽ. ആൻഡ് അവിടെ അയാൾ എന്ത് കൊടുക്കും? സെയിൽസ് ടാക്സ് കൊടുക്കും, റൈറ്റ്? ഇനി ഈ സ്റ്റീൽ മാനുഫാക്ചറർ ഈ സ്റ്റീല് വിൽക്കുമ്പോൾ അതിന്റെ റോ മെറ്റീരിയൽ ഒക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റീല് വിൽക്കുമല്ലോ. സ്റ്റീല് വിൽക്കുമ്പോൾ വീണ്ടും പ്രൈസസ് ചാർജ്ഡ് ഓൺ ദി സ്റ്റീൽ വിച്ച് ഇൻക്ലൂഡ്സ് ദി സെയിൽസ് ടാക്സ്. ഓൾറെഡി അടച്ച സെയിൽസ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്ത്. അപ്പൊ എന്തായി? റോ മെറ്റീരിയൽ ടാക്സ് അടച്ചു, വീണ്ടും ആ ടാക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ടാക്സ് അടക്കേണ്ടി, അതായത് പർച്ചേസ് ചെയ്യുന്ന ആൾ ടാക്സ് അടക്കേണ്ടി വരുന്നത്. ബയർ വിൽ ഹാവ് ടു പേ ടാക്സ് ഓൺ ദിസ് ഓൾറെഡി പ്രൈസ് വിച്ച് ഇൻക്ലൂഡ്സ് ദ ഓൾറെഡി പെയ്ഡ് ടാക്സ്. അത് കഴിഞ്ഞ് സ്റ്റീല് ഇയാൾ സെല്ല് ചെയ്യുന്ന, സ്റ്റീൽ മാനുഫാക്ചറർ സെല്ല് ചെയ്യുന്ന സ്റ്റീല് ഒരു കാർ എഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എഞ്ചിന്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അഗെയിൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് എക്സെട്ര. ആൻഡ് ദിസ് എഞ്ചിൻ വിൽ ബി ഫിക്സ്ഡ് ഇൻ ടു എ കാർ. പിന്നത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ഈ എഞ്ചിൻ കാറിൽ ഫിക്സ് ചെയ്യുമ്പോൾ കസ്റ്റമർ കാർ വാങ്ങുന്ന സമയത്ത് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നതിൽ എഞ്ചിന്റെ പ്രൈസ് ഇൻക്ലൂഡഡ് ആണ്. ഓൾറെഡി ഉള്ള എല്ലാ കോമ്പണൻസിന്റെ പ്രൈസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ആ പ്രൈസിൽ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള ടാക്സും ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ ഒരിക്കൽ അടച്ച ടാക്സും വീണ്ടും ടാക്സ് അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുണ്ടായിരുന്നത്. അതിനെയാണ് ടാക്സ് കാസ്കേഡിംഗ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. So GST is considered as a scientific method by which you can eliminate this cascading effects.
and tax pyramiding. അപ്പോൾ നമ്മൾ പഠിച്ച ടാക്സ് കേസ്, this is what is known as tax cascading effect. Now tax pyramiding is the situation where the price, when you are charging the price of a product, it includes cost and the tax already paid by him plus a profit element. So every intermediary adds the cost plus tax or excise duty or service charge paid by him plus the profit element. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെഗ്രിഗേറ്റ് ദ ടാക്സ് ഫ്രം ദി കോസ്റ്റ്. ടാക്സ് കോസ്റ്റിന്ന് സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ട് മാറും. ബിക്കോസ് ആ കോസ്റ്റിന്റെ ഉള്ളിൽ പലവട്ടം ആയിട്ട് പേ ചെയ്തിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് എന്നുള്ളതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ദി tax pyramiding, right? So tax pyramiding means at each stage of sales tax component, each stage of the sale tax component becomes part of the cost of the product. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നതിൽ കോസ്റ്റ് പ്ലസ് ടാക്സ് പ്ലസ് പ്രോഫിറ്റ് എലമെന്റ്. വീണ്ടും അടുത്ത സ്റ്റേജിൽ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ദർ ഈസ് സെഗ്രിഗേഷൻ ഓഫ് ദി ടാക്സ് ആൻഡ് ദി കോസ്റ്റ് ആൻഡ് ദി പ്രോഫിറ്റ് എലമെന്റ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു difficult to segregate this. Now GST is a system of value addition, which means value means sales minus purchase, and GST is payable tax collected on sales minus tax on purchase. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ GST കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് വരും, ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് സെയിൽ നടത്തുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് യു ക്യാൻ ഡിഡക്റ്റ്. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ ടാക്സ് കാസ്കേഡിങ് ഇഫക്റ്റ് വരുന്നില്ല. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന സെൻട്രൽ കളക്ട് ചെയ്തിരുന്ന എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ ഡ്യൂട്ടി, സർവീസ് ടാക്സ് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് GST വന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്തിരുന്ന വാറ്റ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് GST വന്നിട്ടുള്ളത്. Now what is tax credit method or setting of input tax? അപ്പോൾ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം? ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ലേൺ. ബിക്കോസ് GST എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ്. So output tax is the one which incur at the time of the sale, right? Tax collected on sales collect ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ടാക്സ്. ടാക്സ് പെയ്ഡ് ഓൺ ദ പർച്ചേസസ് പേ ചെയ്യുന്നതാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ദിസ് ഓപ്പറേറ്റ്സ് ഇസ് tax on input is credited to the account of the supplier, and the amounts of credited can be deducted from the output tax liability. അതായത് ഈ സപ്ലയർ ഐ മീൻ നമ്മൾ ഓൾറെഡി പേ ചെയ്ത ടാക്സ് നമ്മുടെ ക്രെഡിറ്റിക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിന്ന് നമ്മുടെ ക്രെഡിറ്റിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഡീലർ ഓർ സപ്ലയർ ഹാസ് ടു പേ ഓൺലി ദ balance. അപ്പോൾ ഈ ഔട്ട്പുട്ട് ടാക്സ് ബാലൻസ് ഓഫ് ദി ഔട്ട്പുട്ട് ടാക്സ് കളക്ടഡ് ആഫ്റ്റർ ക്ലിയറിംഗ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓൾറെഡി ക്രെഡിറ്റ് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്ത് ബാക്കിയുള്ളത് ഡീലർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ദിസ് ഇസ് നോൺ ആസ് ദ ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം. ഒരു എക്സാമ്പിൾ ആണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ബൈ ദി സപ്ലയർ ഡ്യൂറിങ് ദ പർച്ചേസ്. ഇപ്പോൾ ഒരു സപ്ലയർ ആണ്, ആ സപ്ലയർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോഴോ മറ്റോ ആയിട്ട് ടാക്സ് കൊടുത്തതാണ് 5,000 rupees. ഇനി ഔട്ട്പുട്ട് ടാക്സ് അദ്ദേഹം കളക്ട് ചെയ്യുമല്ലോ, അദ്ദേഹം സെയിൽ നടത്തുന്ന സമയത്ത് ടാക്സ് പ്രൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കാശ് വാങ്ങുമല്ലോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് അദ്ദേഹം കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 12,500 ആണ്. അപ്പോൾ ഗവൺമെന്റിക്ക് ക്യാഷ് കൊടുക്കണമല്ലോ. ഗവൺമെന്റിക്ക് കൊടുക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ സപ്ലയർ ഓൾറെഡി റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള 5,000 rupees is his input tax. That is tax paid by him at the time of purchase, which is credited to his account. അപ്പോൾ 5,000 രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി സെയിൽ നടക്കുന്ന സമയത്ത് അയാൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സിനുള്ള എമൗണ്ട് കൂടി കൂട്ടി വാങ്ങിക്കും. അതാണ് 12,500. പക്ഷേ ഈ 12,500 ഫുള്ളായിട്ട് ആർക്ക് കൊടുക്കണ്ട? ഗവൺമെന്റിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഇതേ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയലിന് എത്ര ടാക്സ് കൊടുത്തു കഴിഞ്ഞു? 5,000 ടാക്സ് കൊടുത്തു. സോ 5,000 can be deducted and the balance 7,500 need to be paid to the government. So that is why GST is the difference between output tax and the input tax, right?
And this will be actually equal to the value addition. Value addition എന്ന് പറഞ്ഞാൽ സെയിൽസ് നടക്കുമ്പോൾ 2,50,000 പർച്ചേസസ് 1,00,000 ആണെങ്കിൽ ആക്ച്വലി വാല്യൂ അഡീഷൻ ഇസ് 1,50,000. ആ 1,50,000ന്റെ 5% ആണ് യു വിൽ ഹാവ് ടു പേ. അതാണ് ഈ 7,500 എന്ന് പറഞ്ഞിട്ട് നമ്മൾ GST കൊടുക്കുന്നത്. അപ്പൊ ദിസ് ഇസ് ദി മെത്തേഡ് ദാറ്റ് ഇസ് ഫോളോഡ് ടു അവോയ്ഡ് ദി what is known as tax cascading. Now components of GST എന്ന് പറയുന്നത് actually there are 3 components ആണ്. സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്. സെൻട്രൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന GST ആണ്, വിച്ച് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതിൽ ബോത്ത് CGST ഉണ്ടായിരിക്കും, SGST ഉണ്ടായിരിക്കും. അടുത്ത ട്രാൻസാക്ഷൻ ഇന്റർ സ്റ്റേറ്റ് ആണ്. അത് 2 സ്റ്റേറ്റ് തമ്മിൽ ഇടയിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് IGST എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ. ആദ്യം പറഞ്ഞത് ഒരേ സ്റ്റേറ്റിനുള്ള, അതായത് കേരളത്തിലുള്ള ഒരു സെല്ലർ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ബയർക്ക് കൊടുക്കുകയാണെങ്കിൽ ഉള്ള ടാക്സിന്റെ പകുതി CGST ആയിട്ട് പോകും, ബാക്കി പകുതി SGST ആയിട്ട് പോകും. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ മഹാരാഷ്ട്രയിലുള്ള ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്നത് IGST ആണ്. So CGST is tax levied on intrastate supplies of both goods and services by the central government and will be governed by the CGST Act. SGST will be levied on the same intrastate supply but will be governed by state government. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അതിൽ അപ്ലിക്കബിൾ ആവുക എന്നുള്ളൂ. അപ്പോൾ ഒരു 18% GST റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 9% of the GST will go to the central government and 9% will go to SGST. The dealer collects 1,800, of which 900 will go to the central government and 900 will go to the Maharashtra government. അതാണ് എക്സാമ്പിൾ ഓഫ് CGST, which is രാജേഷ് ഒരു ഡീലറാണ് in Maharashtra who sold goods in goods to Anand in Maharashtra. അപ്പൊ അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ അതിൽ CGST വരും, SGST വരും. ഇനി ഇഫ് യു കം ടു ദ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, യു കൻ സീ ദാറ്റ് IGSTക്ക് എക്സാമ്പിൾ ആണ്. രാജേഷ് ഫ്രം മഹാരാഷ്ട്ര ഹാഡ് സോൾഡ് ഗുഡ്സ് ടു ആനന്ദ് ഫ്രം ഗുജറാത്ത് 1 lakh worth goods. GST 18% ആണെങ്കിൽ IGST ആണ് 18. The dealer has to charge 18,000 as IGST. അപ്പൊ ഈ സ്പ്ലിറ്റ് അപ്പ് ഒന്നുമില്ല, നേരെ 18,000 കളക്ട് ചെയ്യുക. IGST can be given to the central government. Let us consider that goods worth 10,000 are sold by manufacturer A from Maharashtra to dealer B in Maharashtra. Dealer B resells them to trader C in Rajasthan for 17,000. Trader C finally sells to the end user D in Rajasthan for 30,000. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ പറയുന്നത് 10,000 രൂപയുടെ വിലയുള്ള ഗുഡ്സ് മാനുഫാക്ചറർ എ, മഹാരാഷ്ട്രയിലുള്ള മാനുഫാക്ചറർ മഹാരാഷ്ട്ര തന്നെയുള്ള ഡീലർ ബിക്ക് കൊടുത്തു. എന്നിട്ട് ഈ ഡീലർ ബി പക്ഷെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സിക്കാണ്, അത് വേറെ സ്റ്റേറ്റിലാണ്, രാജസ്ഥാനിൽ. പിന്നെ സി തന്നെ അത് ആർക്ക് ഡി, രാജസ്ഥാനിൽ തന്നെ ഉള്ള. അപ്പൊ എന്ത് നടന്നു, ആദ്യം ഒരു ഇൻട്രാ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ മഹാരാഷ്ട്ര ഇപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്ഫർ നടന്നു. അവിടെ എന്ത് അപ്ലിക്കബിൾ ആവും, CGST അപ്ലിക്കബിൾ ആവും. രണ്ടാമത് ഡീലർ ബി സിക്ക് കൊടുക്കുമ്പോൾ അവിടെ ഇന്റർ സ്റ്റേറ്റ് ആയി, മഹാരാഷ്ട്ര ടു രാജസ്ഥാൻ, അപ്പൊ അവിടെ IGST അപ്ലിക്കബിൾ ആവും. പിന്നെ രാജസ്ഥാനിൽ എത്തിയിട്ട് ട്രേഡർ സി വീണ്ടും ട്രേഡർ ഡിക്ക് കൊടുക്കുന്നത് രാജസ്ഥാന്റെ ഉള്ളിൽ തന്നെയാണ്, അപ്പൊ വീണ്ടും CGST ആൻഡ് SGST വിൽ ബി അപ്ലിക്കബിൾ. ദാറ്റ് ഇസ് ഇൻട്രാ സ്റ്റേറ്റ് ആയിരിക്കും അവിടെ നടക്കുക. അങ്ങനെ 3 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫീച്ചേഴ്സ് ഓഫ് GST മീൻസ് GST ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഏത് സ്റ്റേറ്റ് ആണോ കൺസ്യൂം ചെയ്യുന്നത് ആ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് ലെവി ചെയ്യുന്നത്. മെത്തഡ് ഓഫ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സസ് ഹാസ് ബീൻ കൺസിഡറബിളി ചേഞ്ച് അണ്ടർ ദ GST സിസ്റ്റം ആൻഡ് integrated GST system has come up in, and compensation for 5 years electronic filing system ആണ്. പിന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസിൽ എക്സ്പോർട്സ് ആൻഡ് സപ്ലൈസ് ആർ മെയ്ഡ് ടു സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ്. സിസ്റ്റം ഓഫ് സെൽഫ് അസസ്മെന്റ് ആണ്. വൈഡ് അപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ GST. പിന്നെ ഇതിന്റെ റേറ്റ് ഒക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് ഉള്ളത് GST കൗൺസിലിനാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ദർ ഇസ് എൻ HSN കോഡ് വിച്ച് ഇസ് നോർമലി യൂസ്ഡ് ബൈ all the GST holders, like harmonized system of nomenclature code എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി പർപ്പസ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് നോമൻക്ലേച്ചർ
നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഗുഡ്സ് ആർ ക്ലാസിഫൈഡ്, ഇത് കൂടുതലായിട്ട് ഇന്റർനാഷണൽ ട്രേഡിലാണ് അപ്ലിക്കബിൾ ആവുക. ആൻഡ് ടു ഡിറ്റർമിൻ ദ GST റേറ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് സപ്ലയർ എക്സെട്ര, ദിസ് HSN കോഡ് ഇസ് കമ്പൽസറി. അപ്പോൾ അതിന്റെ ചില ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എയിംഡ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് വിൽ ഹാവ് എ സ്റ്റാൻഡർഡൈസ്ഡ് നെയിം ഉണ്ടായിരിക്കും. ആൻഡ് ദ കോഡ് ഹെൽപ്സ് ടു എൻഷുർ GST ഇൻവോയ്സിംഗ് പ്രാക്ടീസസ് അറ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ GST ഇൻവോയ്സസ് പ്രാക്ടീസസിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ 5 crore വരെയുള്ളതാണെങ്കിൽ 4 ഡിജിറ്റിന്റെ HSN കോഡ്, 5 crore എബവ് ആണെങ്കിൽ 6 ഡിജിറ്റ്, എക്സ്പോർട്സിലൊക്കെ 8 ഡിജിറ്റ് HSN കോഡ്. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. HSN കോഡ് പോലെ തന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ് സർവീസ് അക്കൗണ്ടിങ് കോഡ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ ദിസ് ആൾ ടെൽസ് യു അബൌട്ട് ദ GST rates which are applicable to different types of products. So advantages of GST is that its input tax credit is allowed for each intermediary, and it eliminates the tax cascading or multiple tax system. And exports from India are made zero rated ആക്കി, സിംഗിൾ നാഷണൽ മാർക്കറ്റ് ആക്കി, എലിമിനേഷൻ ഓഫ് ചെക്ക് പോസ്റ്റ്. ഇതൊക്കെ GSTയുടെ അഡ്വാൻറ്റേജസ് ആണ്. പക്ഷെ ഓഫ് കോഴ്സ് ദർ ആർ സർട്ടൻ disadvantages because it is not a familiar method by many of the business people. So it is very difficult to understand, especially for small business people. ഗവൺമെന്റിന് അതിൽ ലെസർ റോളേ ഉള്ളൂ. ബിക്കോസ് വൺസ് അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടൈം റിക്വയർഡ് ടു ബിക്കം ഫെമിലിയർ, ഫ്രീക്വന്റ് ചേഞ്ചസ്, ലോ റേറ്റ് ഒക്കെ മാറുന്നത് ഇതിന്റെ ബെനിഫിഷ്യറീസിന് ബുദ്ധിമുട്ടാണ്. Now, another thing which we have to learn is the GST Council. GST Council has the ultimate authority to decide on the tax rates and also to monitor the tax matters. Appo adile Union Finance Minister will be the chairman, and Union Minister for State is in charge of this, and Minister in charge of Finance and Taxation is nominated by the state government. അപ്പോൾ ഈ ടാക്സസ്, സെസ്സസ്, സർചാർജ് ഒക്കെ ലെവി ചെയ്യുന്നത് ഈ കൗൺസിലാണ്. പിന്നെ ഏതൊക്കെ ഗുഡ്സിന് GST അപ്ലിക്കബിൾ ആണ്, ഏതൊക്കെ ഗുഡ്സ് GSTയുടെ ഇതിന് പുറത്താണ്. ഇപ്പോൾ ആൽക്കഹോൾ, some of the petroleum products are not covered under GST. This is mentioned in the council. The threshold limit is fixed by the GST council. The rates, നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ റേറ്റും ഫിക്സ് ചെയ്യുന്നത് GST കൗൺസിലാണ്. ആൻഡ് GST റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലോസും ഫ്രെയിം ചെയ്യുന്നതും GST കൗൺസിലാണ്. So these are certain duties or the functions of the GST council. So this is what we have to learn in the first stretch, that is introduction to the GST and what are its types. Thank you.